എന്താണടി ഇത്? PSCയുടെ ഗൈഡ്. അത്ര ഗൗരവം തോന്നുന്നു. അതെ, ഇന്നു മുതൽ എന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം കുറച്ച് ഗൗരവത്തിലായിരിക്കും. ഇന്നലെ വരെ നിങ്ങൾ കണ്ട പൈങ്കിളിയല്ല ഇത്. IPS ആവാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന പുതിയ പൈങ്കിളിയാണ്. എടി പെണ്ണ, നിന്റെ തലയ്ക്കകത്ത് വണ്ടി ഓടണം. ഇത് മറ്റേ ഇൻസെന്റ് പായസം പോലെ ഇട്ട് കലക്കി ഉടനെ അങ്ങ് തലയിൽ കയറൂല. വർഷങ്ങളായിട്ട് പഠിച്ചു ഇവിടെ മെനക്കെട്ടിട്ട് ഇവിടെ തലയ്ക്ക് ഭ്രാന്തം പിടിച്ച് കിട്ടാൻ നടക്കണമാരെ എനിക്കറിയാം. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ പോലീസായോ? എന്നാ പിന്നെ ഞാനും ആകും. ഞാൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിക്കുമെന്നുള്ള പേടിയല്ലേ നിങ്ങൾക്ക്? നീ പോലീസായിട്ട് രാഷ്ട്രപതി മെഡലല്ല, മടല് മാറി അടിച്ചു എങ്ങനെ തലയിൽ. എടി, ഈ ഉറക്കപ്രാർത്ഥികളൊക്കെ പറ്റിയ പണിയല്ലേ ഈ പോലീസ് പണി, അറിയാമോ? ഇനി സംസാരമില്ല, പ്രവൃത്തി മാത്രം. ഒസ്തല്ലേ, ഇങ്ങനെ ചോദിക്കേണ്ട ഒരു അവസരം വരും. അതാളെ അവള് പഴയ ആളല്ലേ, വളരെ സീരിയസ് ആണ്. പിന്നെ പണ്ടത്തെ പോലെ തമാശ കളിക്കാൻ എന്നെ ഇനി കിട്ടത്തില്ല, മനസ്സിലാക്കിക്കോ. IPS ആവാൻ പോന്ന അതെ, വലിയ പുള്ളിയാണ്. എന്റെ അളിയ ഇതിൽ പറഞ്ഞോളെ, ഈ നടക്കാത്ത ആഗ്രഹത്തിന് പറയാൻ നടന്ന അവസാനം ചമ്മി നാറാനാണ് ഇവിടെ. നീ ടെൻഷൻ ആവണ്ടടാ, ഈ ഗൗരവമൊക്കെ എന്നത്തേക്കേ ഉള്ളൂ. നാളെ 11 മണിക്കല്ലേ ഇവിടെ ഉറക്കം എണീക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഇതെല്ലാം മറന്നു. കാണാം. അയ്യോ അയ്യോ, പോട്ടടാ. ലോകത്തിൽ ഭൂഖണ്ഡങ്ങളുണ്ട്. അല്ല നീ പറ, എനിക്ക് അറിഞ്ഞൂടി. കേട്ടാ ചീള് ഞാൻ ഇത്ര ഉള്ളത്. പെട്ടെന്ന് കിടന്നുറങ്ങാം, രാവിലെ പൈങ്കിളിയെ കളിയാക്കാൻ ഉള്ളതാണ്. അവള് ഈ പോലീസ് കാര്യമൊക്കെ മറന്ന് രാവിലെ പഴയ ഉറക്കം തൂങ്ങിയാവുമല്ല. എന്റെ ഉത്തോണ്ട, നിങ്ങളുടെ സ്വന്തം പെങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഈ നടക്കാത്ത കാര്യങ്ങളെടുത്ത് തല വെക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഈ ലോകത്ത് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് ജോലികളില്ലേ? പിന്നെ കിട്ടാൻ എളുപ്പമുള്ളതല്ലേ നമ്മൾ പോയി ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കണം. അങ്ങനെ നിശ്ചയദാർഢ്യമുള്ളവര്. നീ നാളെ ഒരു 11 മണിക്ക് എൻ്റെ കൂടെ വാ, അവളുടെ നിശ്ചയദാർഢ്യം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അങ്ങ് എഴുതത്തുള്ളൊന്നും വേണ്ട, അവള് ചിലപ്പോ നിങ്ങളെ ഞെട്ടിക്കും. നമുക്ക് കാണാം. ഞാൻ ലൈറ്റാണ് കിടക്കട്ടെ. പോലീസാവാൻ പോണ അവിടെ. നീ എന്താ നായിട കിടക്കണേ? ഇപ്പൊ ലൈറ്റാണെങ്കിൽ ഇല്ല, കിടക്കുന്നില്ല. ഇപ്പൊ നല്ല പഠിത്തം. എന്നെയും പ്രോത്സാഹിപ്പിക്കൂല, അവളെയും പ്രോത്സാഹിപ്പിക്കൂല. നീ പോലീസായ അളിയാ, മാമ ഓടി വായോ, ഭയങ്കര പോലീസായ തൊപ്പി വെച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ പോലീസായ? നിങ്ങളൊക്കെ എന്താ പറഞ്ഞ? എനിക്ക് പോലീസ് ആവാൻ പറ്റില്ല. എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനെ ഒരാൾ പോലീസാകുന്നത്? പറ്റും. ഞാൻ വിചാരിച്ച ഇതല്ല, ഇതിന്റെ അപ്പുറം പറ്റും. മനസ്സിലായോടോ? എന്തായാലും നന്നായിടി മോളെ, അമ്മയ്ക്ക് സന്തോഷായി. നീ ആടി അച്ഛന്റെ പോള്. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരു പോലീസോടെ നല്ലതാ. അപ്പൊ മാമ ഞാനാ നിന്നെ പോലീസുകാരും മറന്ന് നിന്നെ തിരിച്ചു വിളിക്കത്തില്ല. മുത്തശ്ശി, ഞാൻ നോക്കിയോ ഇവളെക്കാളും വീറും ഭാഷയുള്ള പോലീസുകാരുടെ തിരിച്ചു വരും. വീറും ഭാഷയല്ലടാ, വയറും വീശും. ഇത് ചുമ്മാ സേഡി മുസേലെ പോലെ തയ്യക്കാരന്റെ യൂണിഫോം തച്ചോണ്ട് വന്നിരിക്കുന്നു, കണ്ടറിയത്തില്ല. നിന്നെ അകത്ത് കയറ്റാനുള്ള ഒരു വകുപ്പ് ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, നോക്കിയിരുന്നോ കേട്ടാ. അത് നന്നായി. നിങ്ങളെ ഡിസ്മിസ് ചെയ്യാനും. ഈ വീട്ടിൽ ഒരു പോലീസ് മതി. അയ്യോ, ഇവൾ ഇത്ര നേരത്തെ എണീറ്റാ? ബൈങ്കിളി, ബൈങ്കിളി, നീ രണ്ട് കൽപ്പിച്ചു തന്നെ. ഇതെന്താന്നളിയാ ഇത്? എടാ എനിക്കറിഞ്ഞോടാ, ഇത് സ്വപ്നം കാണാന്നോ? എനിക്കറിഞ്ഞോളൂ, ഞാൻ എന്താ ഇപ്പൊ എണീറ്റപ്പോ ഉള്ളതാ ഇങ്ങനെ. നീ എന്താ രാവിലെ കുത്തിരുന്ന് പഠിക്കുന്നേ? അല്ലേ പറഞ്ഞപ്പോൾ പോലീസ് അങ്ങനെ ആവൂ? കിട്ടാൻ ഒരു സാധ്യതയില്ല, പക്ഷെ ഇങ്ങനെ പോയാൽ മിക്കവാറും കയറുന്നാണ് തോന്നുന്നത്. കിളി,
എന്റെ സുമേ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, നീ ശല്യം ചെയ്യാതെ പോ. നീ വാ നമുക്ക് ബാഡ്മിന്റൺ കളിക്കാൻ പോ. നീ ആ പല്ലവിനെ വിളിച്ചോണ്ട് പോ, എനിക്ക് ഇതിനൊന്നും സമയമില്ല. ഇയാൾ ആരുടെ ഇയാള്? അവള് സൈക്കോ മോളിലാണ്, നീ അവളെ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. പിന്നെ ഇതിനപ്പുറം സൈക്കിൾ കൊണ്ടുള്ള സുമേഷ് ഇങ്ങോട്ട് വരുന്നത്. എടി വാ എന്നെ സുമേ, ബാടി എടി. ഭയങ്കര ദേഷ്യക്കാരിയാന്നല്ലേ. എടി ബാടി. എന്റെ പെൻസിലും പോയി. നേരത്തെ ഞാൻ പറഞ്ഞ മലയാളത്തില് അവള് സൈക്കോ മോളിലാണെന്ന്. ഇപ്പൊ ചെവിയിൽ ഗൂ ഗൂ കേക്കണോണ്ടാ. നീ ചെറുക്കനെ അടിച്ചത്? അവൻ ഇനി എന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല. ഇതോടുകൂടി അവന്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ പറഞ്ഞല്ലോ, പഴയ പൈങ്കിളിയെ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റില്ല. എടി നീ പഠിക്കുക തലവത്തി മാറി എന്തെങ്കിലും ചെയ്ത് നാട്ടുകാരെ തലേ കയറണം എന്തിന്? എന്റെ തലയിൽ കയറാൻ വന്നാൽ ഞാനും തലയിൽ കയറും. അത് ശരി. ആ, അപ്പൊ എന്റെ മോൻ കണ്ണനെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോ അവനെ അങ്ങ് വളർത്തിക്കോളാം. വലിയ ഉപകാരം. ഇത് ഗുളികയിലാ തീരും. ആ ശരി, ആയിക്കോട്ടെ, പോ.